ഹലോ, അസ്സലാമലൈക്കും. കുറച്ച് മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി നമ്മൾ കണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനൊരു 3 ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചീകി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് നന്നായി അടിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഈ ബൗളിനൊരു 1/4 ബൗള് റവയും അതേ ബൗൾ തന്നെ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കട്ടെ. മധുരം നല്ല കൂടുതൽ വേണം ഇതിനിട്ട്, എന്നെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതാണ് അതിൻ്റെ പരുവം. ചെയ്ത് നോക്കാത്തവരൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം നമ്മളെ പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതൊക്കെ ചെറിയ ചെറിയ ബോളാക്കി വെക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു 1.5 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ, എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണ് കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം, കട്ടിക്കിട്ട. എന്നിട്ട് ഏകദേശം കട്ടിയായി വരുന്നത് സമയത്ത് ഈ ബോളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കൊരു ഇറക്കണ സമയത്ത് ഒരു 3 ഏലക്ക പൊടിയുള്ളവർക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 3 ഏലക്ക കുത്തിയിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഏകദേശം നമ്മളെ പിന്നെ റെസിപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റുക. ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കണം.